ഈ ജെൻസി പിള്ളേരെയൊക്കെ എന്തിനു കൊള്ളാം, നമ്മുടെ കാലം സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ട് കാണും. ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നുമല്ല. 1862 ഇവാൻ ടർജിനോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ഓഥർ അദ്ദേഹത്തിന്റെ ബുക്കായ ഫാദേഴ്സ് ആൻഡ് സൺസിലെ അന്നത്തെ തലമുറയെ വിശേഷിപ്പിച്ചത് നിഹിലിസ്റ്റ് എന്നാണ്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂൾസും കൾച്ചറും ട്രഡീഷനെയും ഒന്നും കാര്യമാക്കാതെ അവനവന്റെ ഇഷ്ടത്തിന് നടന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നിഹിലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിന്റെ സമയത്തുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അതിന്റെ മുൻ തലമുറ അവരെ വിശേഷിപ്പിച്ചത് തോന്നിവാസികളായിട്ടാണ്. ഇതിൽ ന്യൂ ജനറേഷനെ അന്ന് വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു വാക്കുണ്ടായിരുന്നു, നിഹിലിസം എന്ന് പറയുന്നത്. അത് ആ വേർഡ് അതിന് മുമ്പ് കുറെ ഫിലോസഫേഴ്സ് യൂസ് ചെയ്തെങ്കിലും ഇദ്ദേഹമാണ് അതിനെ പോപ്പുലർ ആക്കിയത്, ഇവാൻ ടർജിനോവ് എന്ന് പറയുന്ന വ്യക്തി. ആൻഡ് അതിന്റെ അർത്ഥം ഇറ്റ്സ് എ ടോട്ടൽ നെഗേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ്. നിഹിലിസം എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് നിഹിൽ എന്ന് പറയുന്ന ലാറ്റിൻ റൂട്ട് വേർഡിൽ നിന്നാണ്. ആൻഡ് വിച്ച് മീൻസ് റെഡ്യൂസ്ഡ് ടു നത്തിങ്. എന്തെങ്കിലും ഉണ്ടായ ഒരു വസ്തുവിനെ ഒന്നും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ. ഇതേ ഒരു വാക്ക് ഉപയോഗിച്ചാണ് അനിലേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായത്. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് BR അംബേദ്കറിന്റെ അനിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്. വിച്ച് മീൻസ് എ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ. സോ അനിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ എന്നാണ്. സോ അനിലേറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാണ്. ബിക്കോസ് നിഹിൽ മീൻസ് നത്തിങ്, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഷോർട്ട് ഫോം ആയ മറ്റൊരു വാക്ക് നമ്മൾ സാധാരണയായിട്ട് എല്ലാ ആപ്ലിക്കേഷൻ ഫോമിലും ഉപയോഗിക്കാറുണ്ട്. ഏതാണത്? നിൽ, ഒന്നുമില്ല, സീറോ, വോയിഡ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി അത്ര അധികം പരിചയമില്ലാത്ത രണ്ട് വേർഡ്സ്, കുറച്ച് പഴയ വേർഡ്സ് ആണ്, എന്നാലും നമുക്ക് നോക്കാം. നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്ന് പറയുന്നത്. സോ നിഹിൽ ഒബ്സ്റ്റാറ്റ് കാത്തലിക് ചർച്ചുമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം നത്തിങ് സ്റ്റാൻഡ്സ് ഇൻ ദ വേ. അതായത് ഒരു പുസ്തകം തന്നിട്ട് ഇത് ഓക്കെ ആണോ, ഇത് എങ്ങനെയാണ്, ഇതിനകത്ത് മൊറാലിറ്റി ഒക്കെ ഓക്കെ ആണോ എന്ന് ചർച്ച് ചോദിക്കുവാണ്. അപ്പം അതെല്ലാം വായിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് എറർ ഒന്നുമില്ല, മൊറാലിറ്റിക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, നത്തിങ് സ്റ്റാൻഡ്സ് ഇൻ ദ വേ എന്ന് പറയുന്നതാണ് നിഹിൽ ഒബ്സ്റ്റാറ്റ്. സോ ബേസിക്കലി സെൻസർ ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ലീഗൽ ടേം ഉണ്ട് കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതും നിഹിൽ ഡിസിറ്റ് എന്നുള്ളതാണ്. സോ നിഹിൽ മീൻസ് നത്തിങ്, ഡിസിറ്റ് മീൻസ് പറയുക. സോ നിഹിൽ ഡിസിറ്റ് മീൻസ് ഹി സെയ്സ് നത്തിങ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കോടതി ആവശ്യപ്പെട്ടിട്ട് വാദങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാതിരിക്കുകയോ ഇല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ പ്രതിക്കെതിരെ ജഡ്ജ് പുറപ്പെടുവിക്കുന്ന ഓർഡറിനെയാണ് നമ്മൾ നിഹിൽ ഡിസിറ്റ് എന്ന് പറയുന്നത്. അതായത് അവനൊന്നും പറയുന്നില്ല, അവൻ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് നിഹിൽ ഡിസിറ്റ്. ഇനി ഇതിന്റെ കുറച്ച് ബന്ധുക്കളുണ്ട്, ഫിലോസഫിക്കൽ ബന്ധുക്കൾ. അതിലൊന്നാണ് പെസിമിസം. അത് നമുക്കറിയാലോ, പെസിമിസം എന്ന് പറയുന്നത് ഒപ്റ്റിമിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ ശുഭാപ്തി വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് പെസിമിസം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അധികം അങ്ങനെ സംസാരത്തിൽ ഉപയോഗിക്കാത്തതും കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഒരുപാട് കാണുന്ന വേറെ രണ്ട് വേർഡ്സ് ഉണ്ട്. അതിലൊന്നാണ് സിനിസിസം എന്ന് പറയുന്നതും മറ്റൊന്ന് സ്കെപ്റ്റിസിസം എന്ന് പറയുന്നതും. ആരാണ് ഈ സിനിസിസ്റ്റ് എന്ന് പറയുന്നത്? അവരെ വിചാരിക്കുന്നത്, സിനിസിസ്റ്റിന്റെ മനസ്സിൽ എപ്പോഴുള്ള ചിന്ത, പീപ്പിൾ ആർ ഇൻഹെറന്റ്ലി സെൽഫിഷ്. എല്ലാവരും ഭയങ്കര സെൽഫിഷ് ആണ്. നമുക്കൊരാൾ എന്തെങ്കിലും രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ട്, അല്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതല്ല അയാൾ കാണുന്നത്. അയാൾക്ക് എന്തോ ഉദ്ദേശം നേടാനുണ്ട്, അയാൾക്ക് എന്തോ മോട്ടീവ് ഉണ്ട്. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമുക്കൊരു പേര് വിളിക്കാം. എന്താണ്? ദാറ്റ് ഇസ് എ സിനിസിസ്റ്റ്, ഹി ഈസ് എ സിനിസിസ്റ്റ്, ഷീ ഈസ് എ സിനിസിസ്റ്റ്. ഓക്കെ. ഇനി സ്കെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്കെപ്റ്റിക് ഇസ് എ ഡൗട്ടർ. അയാൾക്ക് എപ്പോഴും സംശയമാണ്. ഒരാൾ ഒരു വാദം നിരത്തി കഴിഞ്ഞാൽ അതിന് തെളിവ് വേണം. ഹി വോണ്ട്സ് എവിഡൻസ് ഫോർ എവറിത്തിങ്. എവിഡൻസ് കിട്ടിയ പുള്ളി ഒന്നും വിശ്വസിക്കും. സോ സ്കെപ്റ്റിക് ഇസ് എ ലിറ്റിൽ ബെറ്റർ ദാൻ a cynicist. ഈ നിഹിലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിലോസഫി നമ്മൾ കണ്ടു, വേർഡ്സും കണ്ടു. വാട്ട് ഇസ് ഫ്ലക്സിനോസി നിഹിലിപ്പിലിഫിക്കേഷൻ?